ഫ്രണ്ടിലേക്ക് നോക്കിയേ, നമ്മുടെ വണ്ടി താന്നു പോടാ. വാനയിലു അവല് കേറുവാ 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 കേറുവാ. ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞ ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞതിന്. ചിപ്പേ വാ, ഒന്നിങ്ങോട്ട് വരുവോ? ഇന്നെങ്കിലും വരുവോ? എത്ര നേരായി? ഞങ്ങൾ പോയിട്ട് വരട്ടെ ചാ, എറണാകുളം പോവാ. ഇതെന്ത് പാഷൻ? ആ അത് മതി. ഓക്കെ റെഡി. നൈലുവിന് ചെരുപ്പുണ്ടോ? നൈലുവിന്റെ ചെരുപ്പ് എന്തേ? നൈലുവിന് ഒന്നും അറിയില്ല. നൈലു ഇതേ ബ്ലിങ്കോസ്തി ആയിട്ടിരിക്കുന്നു. നല്ല ഷൂ അമ്മേ ടാറ്റ പോവാ ഞങ്ങള്. ചെരുപ്പ് നോക്കിയാ പോലും കാണില്ല. വാ പോവാം, കമോൺ. പെട്ടെന്ന് വണ്ടി കയറ്. രാവിലെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് പുച്ച കഴിഞ്ഞു. ചെരുപ്പ് എടുക്ക പോവാട്ടോ. ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് ഒതുക്കിയിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് പിള്ളേരൊക്കെ ചൂടെടുത്തിട്ട് പറ്റില്ലാണ്ടായി. വല്ലപ്പോഴും മാത്രമാണ് പിള്ളേരൊക്കെ ബസ്സിൽ കൊണ്ടുപോകണത്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ത്രില്ലാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ്സിൽ സീറ്റൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ യാത്രയിൽ 2 പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മുത്തശ്ശീനെ മുത്തശ്ശിയുടെ വീട്ടിലാക്കണം, പിന്നെ ഞങ്ങൾ എറണാകുളത്ത് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ 2 പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എങ്ങനെയായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കാറ് പോലെയല്ല, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയർഡായി പോകും. പിള്ളേരൊക്കെ ഇത്ര ദൂരം കുറച്ച് ദൂരം അങ്ങനെ യാത്ര ചെയ്തപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിലായിട്ടോ. പിന്നെ ഈ വണ്ടി എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എറണാകുളം ആലുവ ഭാഗത്തൊക്കെ ഊബർ ഓടിക്കാറുണ്ട്. അപ്പോൾ അവിടെ പേംപാർക്കിൽ വണ്ടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ ബസ്സിൽ ആലുവയിൽ നിന്ന് ഇറങ്ങി പേംപാർക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ടാട്ടോ ഇനി കറങ്ങാൻ വേണ്ടി പോകുന്നത്. ഓട്ടോറിക്ഷയിലാണ് നമ്മുടെ കറക്കം മൊത്തം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും യാത്ര തുടങ്ങി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് കണ്ടത്. അവിടെ നിന്ന് നിർത്തിക്കൊടുത്തു. ഇവിടെ ചിപ്പിയാണെങ്കിൽ ഈ റോഡ് കണ്ടിട്ടേ ഇല്ല. ഇതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. മനസ്സിലായോ ഗൈസ്? നല്ല റോഡ്, നല്ല കാറ്റും നല്ല വൈബും അല്ലേ? കാറ്റ് കാരണം കൊച്ചു പറന്നു പോകണം. അപ്പൊ ബീച്ചിൽ പോകണ്ട. അപ്പൊ ബീച്ചിൽ പോകണ്ടേ? നമുക്ക് നേരെ വീട്ടിൽ പോവാം. ശരി ശരി ശരി, ഓക്കെ എന്നാ ശരി കേട്ടോ. ഈ റോഡ് കുറച്ച് ദൂരം അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും കളിക്കാനൊക്കെ അടിപൊളിയാണ്. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആളുകളാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ റോഡിൽ ഫുള്ള് ആളുകളാണ്. ഭയങ്കര പ്രൈവസി അല്ലേ, വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് ഈ റോഡില്. അപ്പുറം കാണുന്ന HMT റോഡാ. കുറച്ച് ദൂരം HMT റോഡിലേക്ക് കടക്കുന്നതിൻ്റെ കുറച്ച് ദൂരത്തേക്ക് ഭയങ്കരമായിട്ട് ചെളിയും കുഴിയൊക്കെ ആയിട്ടുള്ള ഭയങ്കര നാശമായിട്ടുള്ള റോഡാണ്. പക്ഷേ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചുറ്റണം എന്നുള്ളതുകൊണ്ട് ഇതിൽ തന്നെ നമ്മൾ HMT റോഡിലേക്ക് കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് വേസ്റ്റ് ഇടുന്ന ഒരു ട്രാജഡി. ഇത്ര വേസ്റ്റ് അവിടെ കൊണ്ടിട്ടാണ്. ഈ പോകുന്ന റോഡ് സൈഡിലൊക്കെ ഫുള്ള് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെയായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഉള്ളും കൊണ്ട് ഒരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ റോഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനി കളമശ്ശേരി കണ്ടെയ്നർ റോഡ് കയറിയിട്ട് നേരെ വൈപ്പിലേക്കാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അവിടെ ഒരു ബീച്ച് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഏറ്റവും പൊന്നെ ആസ്വദിക്കാണോ ഇതൊക്കെ കണ്ട്? വാവ്, അടിപൊളി. ഹെയ്സുകുട്ടി എന്താ ബോട്ട്? ബോട്ട്
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോശ്ശേരി പാലത്തിലൂടെയാണ്. കുറേ നാൾക്ക് ശേഷമാണ് നൈലു ഈ റൂട്ടിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് നൈലു ആണെങ്കിൽ ഭയങ്കര ത്രില്ലാണ്. ഹെയ്സ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഈ റൂട്ടിൽ പോകുമ്പോഴാണ് ഇഷ്ടം പോലെ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ലോറികൾ ഇങ്ങനെ കിടക്കണം കാണാൻ വേണ്ടി കഴിയും. തൊട്ടപ്പുറത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഷിപ്പ് യാർഡാണ്. ഷിപ്പ് യാർഡിൽ നിന്ന് കൊണ്ടുവന്ന ചരക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഇല്ല പാലം പാലം എന്ത് പാലാനായിരുന്നു? ഓഹോ കുറെ ബോട്ടിൽ ഇറങ്ങണുണ്ടോ? എന്റെ മോനെ അടിപൊളി വ്യൂവാ. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. പിള്ളേർക്കും ചിപ്പിക്കൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കണേ നിങ്ങൾ? എന്താ നോക്കണേ? ഉണക്കമീൻ, പച്ചമീൻ ഉണക്കുന്ന മീനാണ്. ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിൽ പോലും ഞങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പരിപാടികളൊക്കെയാണ് ഇതൊക്കെ. ഈ അഴുക്ക് ചാലിലൂടെ ഈ ചേട്ടൻ വഞ്ചി ഓടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വഞ്ചിയാണെങ്കിൽ ഇപ്പം അറിയും എന്ന രീതിയിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഈ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുതുവൈപ്പിൻ ബീച്ചിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതുവൈപ്പിനിലെ ലൈറ്റ് ഹൗസ്. എന്തോരം ആളുകളാന്ന് നോക്കിയാണ്. ഇത്രയും ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് വന്നാണോ? ഇത് കൊറേ വണ്ടികളുണ്ടല്ലോ. എന്റെ പൊന്നെ, അവിടെ എന്തോ ഒരു ആളുകളാ. ഇവിടുത്തെ കുറച്ചുകൂടെ പോകുമ്പോ വേറൊരു ബീച്ച് ഉണ്ട്. ആ ബീച്ച് കൊണ്ടുപോകാം കേട്ടോ. അവിടെ നൈസ് ബീച്ചാണ്. എന്നാ പട്ടി വെക്കാറ്. പുതുവൈപ്പിൻ ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫാൽക്കൺ എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട്. ആ ബീച്ചിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പുറം കണ്ടത് വലിയ ടാങ്ക്. ഇത് ഇന്ത്യൻ ഓയിലിന്റെ ടാങ്ക്. ഇത് വാട്ടർ ടാങ്കാ? മറ്റേത് ക്രൂഡ് ഓയിലിന്റെ ടാങ്ക്. ഇപ്പൊ കണ്ടത് വാട്ടർ ടാങ്കാണ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന് ഉപയോഗിക്കുന്ന ടാങ്കാന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ റൂട്ടാണ്. ഇതിന്റെ വലത് സൈഡിലായിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട്. വെള്ളം ഒക്കെ ഇങ്ങനെ മൂട്ടിയിട്ടേക്കുന്നു. നൈലു, നമ്മളെങ്ങനെ പോവും? ഇന്ന് ഫ്രണ്ടിലേക്ക് നോക്കിയേ. കൊളോ? നമ്മുടെ വണ്ടി താന്നു പോവാടാ. നമ്മുടെ വണ്ടി താന്നു പോവോ? നൈലു, നൈലു ഇറക്കിയാലേ നമുക്ക്. രാവിലെ മുട്ട കൊണ്ടുവരുന്ന ആളാണ്. ഇറക്കി നോക്കാല്ലേ? കുറച്ച് ദൂരം ചെന്നില്ല, അപ്പോഴത്തേക്കും ദേ റോഡൊക്കെ തീർന്നിരിക്കുന്നു. മൊത്തം കുഴിയും വെള്ളമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കത് കാണാനും പറ്റില്ല. അപ്പുറത്താണ് നമ്മുടെ ഈ ഫാൽക്കൺ എന്ന് പറഞ്ഞ ബീച്ച് ഉള്ളത്. എന്തായാലും പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. വരുന്നു വരട്ടെ. ഒന്നുകൊണ്ടും പേടിക്കരുത്. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. പിന്നെ നൈലുവിന് പേടിയാവാന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടോറിക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിലും താന്ന് പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. എന്നാടാ പേടിയാവണോ? എന്നാ കണ്ണടച്ചിരുന്നോ? പോത്ത് വിളിക്കണോ? പോത്ത് ഓക്കെ. കെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അയൽ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മളിതേ ആ കടലിലെ പോയി കുളിക്കാൻ പോണേ. ഇത് ഏതാ ബീച്ചെന്ന് അറിയാമോ? എനിക്കും അറിയില്ല. അതെ, നമുക്ക് എന്തായാലും അവിടെ വരെ നമ്മൾ വെള്ളത്തിൽ നടക്കണം. എന്നത് പട്ടിക്കുഞ്ഞത്. ശരി ശരി ശരി, നമുക്ക് നടക്കാൻ കിട്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ഇവിടെ വരുന്നവരെ എനിക്കറിയില്ലായിരുന്നു ഈ ബീച്ചിന്റെ പേര്. എന്തായാലും കുറച്ചു ദൂരം വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം അപ്പുറത്തെ ബീച്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി. വാ, ഓടി വാ, ഇങ്ങോട്ട് വാതേ. ഇതിപ്പോൾ വേലിയേറ്റം കാരനാണ് ഈ റോട്ടിക്കടെ വെള്ളം കയറി കിടക്കുന്നത്. ഇതിക്കടെ വണ്ടി ഓടിച്ചിട്ട് വേണമെങ്കിൽ അപ്പുറത്തേക്ക് വരെയും പോവാം. പക്ഷെ വെള്ളം കയറി കിടക്കുകയാണ്. നടന്നേ പോകാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഇങ്ങനെ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കാനും അതെ, മൊത്തം വെള്ളമായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനെ ഞാൻ എടുത്തേക്കാണ്. ഞാനാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നടക്കാമോ? ഒന്ന് നടക്കുക. നിറച്ച് വെള്ളമായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂലേ? എങ്ങനെയുണ്ട് നൈലോ?
ഹെയ്സുട്ടി ആദ്യമായിട്ടാണ് നമ്മൾ കടലിൽ വന്നേണേ. ആദ്യമായിട്ടാണ് വന്നേണേ. അച്ഛന്റെ പൊന്ന് ആദ്യമായിട്ട് വന്നേണേ. വാ ഓടിയാ ചെല്ല്. വേലിയേറ്റത്തിൽ ഇറങ്ങൽ ഇച്ചിരി സീനാണ്. വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. ഈ ബീച്ച് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഫാൽക്കൺ ബീച്ച് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ ഒരു ബീച്ചാണ്. അവധി ദിവസമാണ് ഇന്ന്, എന്നിട്ട് കൂടി എങ്ങനെയുണ്ട് ഈ ബീച്ച്? ഇതിന് തൊട്ടപ്പുറം തന്നെ മറ്റേ ബീച്ച് പുതുവൈപ്പിൻ. ഓടിക്കൊള്ളാത്ത ഞാൻ കൂടി പോട്ടെ. ഓടിക്കോ. മതി പൊക്ക്. വലിയ തിരിയാ. ഇതൊക്കെ എന്നാ വേണ്ടേ? എനിക്കിത് കണ്ട് പേര് ഓർമ്മ. റീലും ചിപ്പിയാണ് ഈ വെള്ളത്തിലിറങ്ങിയില്ല. ഞാനും 2 പിള്ളേരും കൂടി വെള്ളത്തിലിറങ്ങി. പിള്ളേരൊക്കെ മൊത്തത്തിൽ മണ്ണിൽ കുളിച്ച് അറുമാതിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം, ഒരു 1.5 മണിക്കൂർ ഇതേപോലെ കടലിൽ ആസ്വദിച്ചിരുന്ന് ഇതൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറാനുള്ള പരിപാടി നോക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീച്ചിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ബീച്ചിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? ഇഷ്ടമായോ? സൂപ്പറാണോ? അടിപൊളി. ഹെയ്സ് പറഞ്ഞ അടിപൊളിയാണ്. ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞ ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞാൽ ഹെയ്സിനെ കണ്ടാലേ അറിയാം ഹെയ്സിന്റെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു. എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കും ഇതിനൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാം. അങ്ങോട്ട് പോയപ്പോൾ നൈരൂനെ മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇങ്ങോട്ട് 2 പിള്ളേരും ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. എന്നാ വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ് കുളിച്ചിരിക്കണ കാരണം. പിള്ളേർക്കൊക്കെ വെയിറ്റ് പിടിക്കും. വൈകുന്നേരം ഇവിടുത്തെ ഒരു വൈബ് അടിപൊളിയായിരുന്നു. ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്കും മഴക്കാരൊക്കെ വെച്ച് കാറ്റൊക്കെ വീശി മഴയൊക്കെ പെയ്ത് തുടങ്ങിയായിരുന്നു കേട്ടോ. ഈ ബീച്ചിന് എന്തുകൊണ്ട് ഫാൽക്കൺ ബീച്ച് എന്ന് പറയണമെന്ന് അറിയില്ല. ഓട്ടോ സ്റ്റാൻഡ് മുകളിലായിട്ട് ഫാൽക്കൺ ബീച്ച് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തു തുടങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. രാത്രിയായി തുടങ്ങിയിരിക്കുന്നു. പിള്ളേരെയൊക്കെ കുപ്പിവെള്ളത്തിൽ ഒരു കണക്കിന് കുളിപ്പിച്ച് സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറ്റി പുറത്താണ് ഈ മഴയൊക്കെ പെയ്യുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഞങ്ങൾ ഇനിയും വരും. ബൈ.